പ്രിയപ്പെട്ട സഹോദരന്മാരെ, അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ മറ്റൊരു ഇൽമിൻ്റെ സദസ്സിൽ കൂടെ ഒരുമിച്ച് കൂടാൻ നമുക്ക് ഭാഗ്യം ലഭിച്ചിരിക്കുന്നു. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ സ്വീകരിക്കട്ടെ. അൽഹംദുലില്ലാഹ്. പ്രിയപ്പെട്ടവരെ, ഇന്ന് നാം പറയാൻ പോകുന്നത് നമ്മളെല്ലാവരും ഗൗരവത്തോടു കൂടി കാണേണ്ട ഒരു വിഷയമാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ അനുഗ്രഹങ്ങൾ വളരെ വലിയതാണ്. നമ്മളതിനെക്കുറിച്ച് ചിന്തിക്കുകയാണെങ്കിൽ നമുക്കതിൻ്റെ വ്യാപ്തി മനസ്സിലാക്കാൻ സാധിക്കും. പ്രിയപ്പെട്ടവരെ, അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ അനുഗ്രഹങ്ങളെക്കുറിച്ച് നാം മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ നമ്മൾ അത്ഭുതപ്പെട്ടു പോകും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ചിന്തിക്കണേ. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, മനുഷ്യ ശരീരത്തിൽ 360 സന്ധികളുണ്ട്. മനുഷ്യ ശരീരത്തിൽ 360 സന്ധികൾ, കെണുപ്പുകളുണ്ട്. 360 കെണുപ്പുകൾ. എങ്ങനെയാണ് കെണുപ്പുകൾ? ഓരോ സ്ഥലവും നിങ്ങൾ പരിശോധിച്ച് നോക്ക്. ഇങ്ങനത്തെ 360 കെണുപ്പുകൾ മനുഷ്യ ശരീരത്തിലുണ്ട്. ആ 360 കെണുപ്പുകൾക്ക് നിങ്ങൾ 360 സദഖ ചെയ്യണേ. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾ പഠിപ്പിക്കുന്നു, 360 സദഖ ഓരോ ദിവസവും നമ്മൾ ചെയ്യണം. എന്തിന്? 360 സന്ധികളുള്ള നമുക്ക് വേണ്ടി. 360 സന്ധികളുള്ള നമ്മൾ അള്ളാഹുവിനോടുള്ള ആ ഒരു ബാധ്യത തീർക്കാൻ 360 സദഖ നമ്മൾ ചെയ്യണം. ഇത് കേട്ടപ്പോൾ സ്വാഭാവികമായിട്ടും സഹാബാക്കൾക്ക് ചിന്തിച്ചിട്ടുണ്ടാകാം, എങ്ങനെയാണ് 360 സദഖ ദിവസവും ചെയ്യുക? ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ പോംവഴി നൽകുന്നു. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്നെ പറയുന്നു, ഇസ്തിഗ്ഫാറുകൾ സദഖയാണ്, ഇസ്തിഗ്ഫാറുകൾ സദഖയാണ്, തഹ്ലീലുകൾ സദഖയാണ്, തസ്ബീഹുകൾ സദഖയാണ്, തക്ബീറുകൾ സദഖയാണ്. അങ്ങനെ സദഖയുടെ കൂട്ടത്തിൽ അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തസ്ബീഹിനെയും തഹ്ലീലിനെയും ഇസ്തിഗ്ഫാറിനെയും തക്ബീറിനെയും എണ്ണുകയാണ്. സഹോദരങ്ങളെ, ചിന്തിക്കണേ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയതായിരിക്കുന്ന 360 സന്ധികൾക്ക് പകരമായി ഒരു ദിവസം 360 തഹ്ലീൽ ചൊല്ലണേ, തക്ബീർ ചൊല്ലണേ, തസ്ബീഹ് ചൊല്ലണേ. ഏതെങ്കിലും ചൊല്ലിയിട്ട് 360 ചുരുങ്ങിയത് ചെല്ലൽ നിർബന്ധമാണ്. ചുരുങ്ങിയത് 360 ചെല്ലൽ നിർബന്ധമായ ബാധ്യതയാണ്. ആ സന്ധികൾക്ക് പകരമായിട്ട് അള്ളാഹുവിൻ്റെ റഹ്മാനായിരിക്കുന്ന നാഥനോടുള്ള ബാധ്യത നമ്മൾ നിർവഹിക്കണം. അള്ളാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകട്ടെ. അതുകൊണ്ട് ചിന്തിക്കുക സഹോദരങ്ങളെ, ഇത് ആരെങ്കിലും ചെയ്താൽ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഒരു ദിവസത്തിൽ ആരെങ്കിലും ഈ കാര്യം നിർവഹിച്ചാൽ, ഇങ്ങനെ 360 സദഖ ആരെങ്കിലും ചെയ്താൽ, ഇങ്ങനെ 360 പ്രാവശ്യം തസ്ബീഹ് ചൊല്ലിയാൽ, തക്ബീർ ചൊല്ലിയാൽ, അന്നെങ്ങാനും അവൻ മരിക്കുകയാണെങ്കിൽ അവനക്ക് സ്വർഗം മുജൂബാണ്, അവൻ സ്വർഗത്തിലേക്കാണ്. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. മറ്റൊരു ഹദീസിൽ കാണാം, ഈ സദഖകൾക്ക് പകരമായി 2 റക്അത്ത് ളുഹാ നിസ്കരിച്ചാൽ മതിയെന്നും കാണാവുന്നതാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഒരു 360 സദഖ, 360 ഇസ്തിഗ്ഫാർ, 360 തസ്ബീഹുകൾ, തക്ബീറുകൾ നമ്മൾ ചൊല്ലുക. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകട്ടെ. നമ്മുടെ ഇന്നത്തെ വിഷയം അതാണ്. കുറേ നീട്ടിവലിച്ച് പറയല്ല, കുറേ പറയേണ്ട ആവശ്യമില്ല. കിട്ടിയത് നമ്മുടെ ഹൃദയത്തിലേക്ക് ചേർത്ത് വെച്ചുകൊണ്ട് അത് നമ്മൾ കൊണ്ട് നടക്കുക, ജീവിതത്തിൽ അത് പ്രാവർത്തികമാക്കുക. ചെയ്യുന്നത് കൃത്യമായിട്ട് നമ്മൾ കൃത്യതയോടുകൂടി ചെയ്യുമ്പോൾ അള്ളാഹുവിൻ്റെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒക്കെ ഒരു സ്നേഹം, ഒരു നോട്ടം നമുക്കുണ്ടാകും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകട്ടെ. ചെല്ലാം നമുക്ക് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് ഒരു സലാത്ത്. അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ അത്താത്തറുല്ലാ വസല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ ബഅദറില്ലാ വസല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ അബദൻ അബദാ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വസീകും ഫി ദുആ കൊണ്ട് വസിയത്ത് ചെയ്തുകൊണ്ട്